Hello guys, welcome back to my channel Sano's Vlog. I am Sano Isaac. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി പ്രേമിക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പഴയ മോഡൽ വണ്ടിയെ നമ്മൾ ഇങ്ങനെ പുതിയ മോഡലിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെന്തെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് സൊല്യൂഷനാണ് മോട്ടോലാബ് കസ്റ്റംസ്. കസ്റ്റം ഷോപ്പിൽ കസ്റ്റമർ അനുസരിച്ച് കാർസിന്റെ ബോഡി പാർട്സും അലോയ്സും ടയേഴ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്. യൂസ്ഡ് ടയേഴ്സും ന്യൂ ടയേഴ്സും ഉണ്ട്. സെയിൽസിന് കാർസ് ഉണ്ട്, കാർസിന്റെ അലോയ്സ് ഉണ്ട്, ടയേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് മോട്ടോലാബിന്റെ കുറച്ച് വിശേഷങ്ങളിൽ പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റം വർക്കിന് കയറ്റിയ കുറച്ച് വണ്ടികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഹോണ്ട സിവിക് എന്ന വണ്ടിയാണ്. ഈ വണ്ടി ചെയ്യാൻ തന്നിരിക്കുന്ന കസ്റ്റമറിനനുസരിച്ച് വണ്ടിക്ക് സ്കേർട്ട് ചെയ്യാനും പിന്നെ ഫുൾ ബോഡി പെയിൻറ്റിങ്ങിനാണ് ഈ വണ്ടി കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന പറയുന്നത് ബാക്ക് ബമ്പർ ചെയ്തിട്ടുണ്ട്, അലോയ് ചെയ്തിട്ടുണ്ട്, പിന്നെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പാച്ച് വർക്ക്സ് ഉണ്ട്. പിന്നെ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അതായത് കസ്റ്റമേഴ്സ് അനുസരിച്ചാണ് ഈ വണ്ടി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞ വണ്ടിയാണ് ആഡി സിസ്റ്റം സെറ്റ് ചെയ്യാൻ വന്ന വണ്ടിയാണ്. ഇവിടെ കണ്ടോ ചേട്ടൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന വർക്ക്. അതേപോലെ ഇവിടെ മോഡിഫിക്കേഷൻ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ സെയിൽസിന് ഇവിടെ വണ്ടിയുണ്ട്. ഈ കാണുന്ന മാരുതി സുസുക്കി ആൾട്ടോ സെയിലാണ്, പിന്നെ ഹോണ്ട സിവിക്കും സെയിലാണ്. പിന്നെ അത് മാത്രമല്ല, അകത്ത് BMW സെയിലുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് BMW കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് സെയിൽ കിടക്കുന്ന BMW ആണ്. ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണ്. പിന്നെ സീറ്റിംഗ് ഒക്കെ പക്കയാണ്. BMW ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് ഇലക്ട്രിക് കൂടെയാണ്. അത് നമുക്കിവിടെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റ് ആൾക്കാർക്ക് അനുസരിച്ച് വേണ്ടി പിന്നെ ഫ്രണ്ടിലോട്ട് ചെയ്യാം, പിന്നെ ബാക്കിലോട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് അലൈസ് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഇത് വരുമ്പോൾ സിൽവർ കളർ, ഇത് ഗോൾഡ്, ഏകദേശം ഗോൾഡ് കളർ ഷെയ്ഡാണ് ഇത് വരുന്നത്. അടുത്ത് ഈ കസ്റ്റം ഷോപ്പിൽ വരുന്ന കസ്റ്റം വർക്കിന് വരുന്ന വണ്ടിയിലെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ വരുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കസ്റ്റം ഷോപ്പ് വരുന്നത് അമരോട പഴയ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് കസ്റ്റം ഷോപ്പ് വരുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനാണോ അതോ സെയിൽസിനാണോ, ഞാൻ കാണിച്ച കാർസിൻ്റെ അലോയ്സോ മറ്റേ ആവശ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മോട്ടോലാബ് കസ്റ്റമേഴ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇപ്പോൾ സൈഡിൽ കാണുന്നുണ്ട്. അവരതിലൊന്ന് ഫോളോ ചെയ്ത് അവരുടെ മെസ്സേജ് അയച്ചാൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സനോ എസ്എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അതിപ്പോൾ സൈഡിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സനോ എസ്എസ് സൈനിങ് ഔട്ട്.